ഹായ്, ഷാർജ ഡെസേർട്ട് പാർക്കിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്റർ എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ പേര്. പിന്നീടാണ് ഡെസേർട്ട് പാർക്ക് എന്ന പേര് വന്നത്. ഇത് വലിയൊരു കോമ്പൗണ്ടിൽ 4 സെക്ഷനായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 സെക്ഷനിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഒരു തവണ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 സ്ഥലത്തേക്കും നമുക്കിത് കാണിച്ചു കൊടുത്താൽ മതി. പേര് പോലെ തന്നെ അറേബ്യൻ വൈൽഡ് ലൈഫ് ജീവിക്കുന്ന കുറച്ച് മൃഗങ്ങൾ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അത് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അക്വേറിയം, അതുപോലെ ഈ അറേബ്യൻ ഡെസേർട്ടിൽ താമസിക്കുന്ന ജീവിച്ചു പോരുന്ന മൃഗങ്ങൾ, അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. അത് ആ ജീവികളുടെ ആവാസ വ്യവസ്ഥ എങ്ങനെയാണോ അത് പോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് മാറി മാറി കാണാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. ഫാമിലിയായിട്ട് ഈവനിങ് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ഫ്ലമിംഗോ, അങ്ങനെ ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ ഭാഗത്തുള്ളത് രാത്രിയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ, രാത്രിയിൽ ഇരപിടിക്കാൻ ഇറങ്ങുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് അത് ഒന്ന് സെറ്റ് ചെയ്തൊക്കെയാണ്. അത് രാത്രിയുടെ നൈറ്റ് ആംബിയൻസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു രസമാണ് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട്. രാത്രിയിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ് മൃഗങ്ങൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളും രാത്രി തന്നെ നടന്നു പോകുന്ന രീതിയിൽ തന്നെ ആണ്. നല്ല ഒരു രസത്തിലാണിത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ഏരിയാസിലുള്ള കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കാണാൻ പറ്റില്ലെങ്കിലും അവിടെ നിന്ന് വളരെ വിശാലമായ രീതിയിൽ കാണാം. പിന്നെ കുറച്ച് വൈൽഡ് ആനിമൽസും കാണാം. അടുത്ത സെക്ഷൻ ഇസ്ലാമിക് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇത് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ, ചെടികളിലെ, അതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മനോഹരമായൊരു ഗാർഡൻ ഉണ്ട്. കുറച്ച് നേരം നമുക്കിവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഈവനിങ് ടൈമിൽ നല്ല ഒരു വൈബാണ് ഇവിടെ. ഇവിടെ 6 മണി വരെയാണ് കേട്ടോ സമയമുള്ളത്. 6 മണിക്ക് ശേഷം ഇവിടെ അടക്കും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമുക്ക് പോന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇവിടെ ചിലവഴിക്കാം. നല്ല കാറ്റൊക്കെയുള്ള നല്ലൊരു രസമുള്ള സ്ഥലമാണ്. നല്ല ഗാർഡനും ഒക്കെ ആയിട്ട് വിൻ്റർ സീസണിലൊക്കെ നല്ലൊരു ഇതായിരിക്കും. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ കിഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. ചിൽഡ്രൻസ് ഫാം. പേര് പോലെ തന്നെ ഫാം ആനിമൽസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ആനിമൽസിനെയൊക്കെ കൂട്ടിൽ അടിച്ചിട്ടിരിക്കുകയല്ല, അത്യാവശ്യം ഓപ്പൺ സ്പേസിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾക്കൊക്കെ നടന്ന് കാണാനൊക്കെ നല്ലൊരു രസമാണ്. ഇവിടുത്തെ ഓരോ സെക്ഷനിലും കുട്ടികൾക്ക് നടന്ന് കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാഴ്ചകളാണുള്ളത്. ഫാമിലിയായിട്ട് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്.